അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 19 ടീമുകളിൽ അർജുൻ മുംബൈയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2017-18 കുച്ച് ബിഹാർ ട്രോഫിയിൽ 5 മത്സരങ്ങളിൽ നിന്നായി 19 വിക്കറ്റുകൾ അർജുൻ എറിഞ്ഞിടുകയുണ്ടായി. അതാണ് അദ്ദേഹത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ സെലക്ടർമാർ പതിപ്പിക്കാനുള്ള പ്രധാന കാരണം. പൂനെ സ്വദേശിയായ അതുൽ ഗെയ്ക്വാദ് ആയിരുന്നു അന്ന് അർജുന്റെ പരിശീലകൻ. ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെ ലെവൽ 3 പരിശീലകനാണ് അതുൽ. സച്ചിൻ തന്നെയാണ് അർജുന്റെ പരിശീലകനായി അതുലിനെ ആ ഒരു കാലഘട്ടത്തിൽ നിയോഗിക്കുകയുണ്ടായത്. 2017 ഏറ്റ പരിക്കിനെ തുടർന്ന് ആക്ഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് അർജുൻ പിന്നീട് ക്രീസിലേക്ക് എത്തിത്തുടങ്ങിയത്. അദ്ദേഹം ക്രീസിലേക്ക് മടങ്ങിയതിനു ശേഷം മികച്ച പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായി. അതുലിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഇത്. ക്രിക്കറ്റിൽ അർജുന്റെ ഹീറോ പക്ഷേ ഒരിക്കലും സച്ചിൻ ടെണ്ടുൽക്കർ അല്ല. ഓസ്ട്രേലിയൻ താരം മിച്ചൽ സ്റ്റാർക്കും ഇംഗ്ലണ്ടിന്റെ ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സുമാണ് അർജുന് ഇഷ്ടപ്പെട്ട കളിക്കാർ. 2011 ഹാരിസ് ഷീൽഡ് ടൂർണമെന്റിൽ തന്നെയായിരുന്നു അർജുന്റെയും അരങ്ങേറ്റം. ഈ ഒരു ടൂർണമെന്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, സച്ചിന്റെ വിനോദ് കാംബ്ലി മുത്തുള്ള 664 റൺസിന്റെ ഇതിഹാസ സമാനമായ റെക്കോർഡ് കൂട്ടുകെട്ട് ഉണ്ടാക്കിയതും ഇതേ ഹാരിസ് ഷീൽഡ് ടൂർണമെന്റിൽ തന്നെയാണ് എന്നത് മറ്റൊരു ഐറണിയാണ്. എന്നാൽ അരങ്ങേറ്റ മത്സരത്തിൽ റൺസ് ഒന്നും എടുക്കാതെ അർജുൻ പുറത്താവുന്ന കാഴ്ചയാണ് എന്ന് നമ്മൾ കണ്ടത്. എന്നാൽ അതിന് പക്ഷേ അദ്ദേഹം മറുപടി നൽകിയത് പന്തെടുത്തായിരുന്നു. 8 വിക്കറ്റ് അദ്ദേഹം ആ മത്സരത്തിൽ വീഴ്ത്തുകയുണ്ടായി. ബാറ്റ് എടുത്താലും മോശമാക്കാറില്ല എന്ന രീതിയിൽ അദ്ദേഹം വളരുകയായിരുന്നു. പിന്നീട് 2018 ഓസ്ട്രേലിയയിൽ നടന്ന സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് ഗ്ലോബൽ ചലഞ്ചിൽ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. ഹോങ്കോങ് ക്രിക്കറ്റ് ക്ലബിനെതിരായ ഒരു മത്സരത്തിൽ 48 റൺസ് എടുത്ത അർജുൻ അന്ന് ആ മത്സരത്തിൽ തന്നെ 4 ഓവറിൽ 4 വിക്കറ്റും വീഴ്ത്തിക്കൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കുകയുണ്ടായി.